ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് കരയുക എന്നത് അനുവദനീയമാണോ എന്ന ഒരു ചർച്ച മഹാനാകുന്ന ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവരുന്നുണ്ട്. അൽ ബുകാഉ ഇൻദ ഖിറാഅത്തിൽ ഖുർആൻ. അവിടെ അത്ബിയാൻ ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു നല്ലതുപോലെ വിഷയത്തെ അപഗ്രഥിച്ചു പറയുന്നുണ്ട്. ഖുർആൻ ഓതുന്ന സമയത്ത് കരച്ചിലിന് പ്രേരകമാകുന്ന ഘടകങ്ങളെ വിവരിക്കുന്ന രണ്ട് ഉപാഖ്യായങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഈ ഒരു ഗണ്ണികയെ മഹാനുഭാവൻ തുടങ്ങുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഖുർആൻ ഓതുന്ന സമയത്ത് ഇങ്ങനെ കരച്ചിൽ വരിക എന്നുള്ളത് അത് അള്ളാഹുവിനെ അറിഞ്ഞ ആരിഫീങ്ങളുടെ അടയാളമാണ് എന്നും പറഞ്ഞു വെക്കുന്നു. വശിആറു ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ അള്ളാഹുവിൻ്റെ സച്ചരിതരായ അടിമകളുടെ ഒരു പ്രത്യേകമായ ഒരു സിമ്പൽ കൂടിയാണ് അത്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂഅ എന്ന് സൂറത്തുൽ ഇസ്രാഇന്റെ 109-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. വഖദ് വറദത് ഫീഹി അഹാദീസു കസീറ, ധാരാളം തിരു ഹദീസുകൾ ഇവ്വിഷയകമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വ ആസാറു സലഫി കസീറ, അതുപോലെ തന്നെ മുൻഗാമികൾ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ഉദ്ധരണികളും കൊണ്ടുവന്നിട്ടുണ്ട്. ഫമിൻ ദാലിക, അതിൽ ഒന്നാണ് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നത്, ഇഖ്റഉൽ ഖുർആന, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുകയും നല്ലതുപോലെ കരയുകയും വേണം. നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഫതബാക്കു, നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഉണ്ടാക്കി കരയണം എന്നുള്ളതാണ്. ഈ ഉണ്ടാക്കി കരയുക എന്നതിനെ സംബന്ധിച്ച് രണ്ട് അർത്ഥതലങ്ങൾ ഉസ്താദുമാർ പറയാറുണ്ട്. ഒന്ന്, നിങ്ങൾ അവിടെ കൃത്യമായി അത് ഒരു ഇൻഷാ ആയിക്കൊണ്ട് തന്നെ ഉണ്ടാക്കുക എന്ന അതേ ഭാഷാർത്ഥം വരുന്ന ആ ഒരു പ്രവർത്തനം, നിങ്ങൾ കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരച്ചിലിനെ വരുത്താൻ നോക്കുക, വീണ്ടും വീണ്ടും പരിശ്രമിച്ച് കരച്ചിൽ വരുത്തുക എന്നുള്ളൊരർത്ഥം. അതേസമയത്ത് എൻ്റെ ഉസ്താദുമാരിൽ തന്നെ ചില ഉസ്താദുമാർ ഇഹ്യാ ഉലൂമുദ്ദീൻ പോലത്തെ ഗ്രന്ഥങ്ങളൊക്കെ ദർസ് നടത്തിത്തരുന്ന സമയത്ത് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്, ആ കരച്ചിലേക്ക് നിന്നെ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ട് തഖ്വ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ധാരാളം അള്ളാഹുവിനെ അറിയണം. ഇതൊക്കെ അറിയുമ്പോൾ നമ്മൾ എന്തായാലും ഭയപ്പെടും. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഏക വിഭാഗം എന്നത് നല്ല ആലിമീങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യം വഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മർത്തബയിലേക്ക് നമ്മൾ എത്തുക എന്ന ഒരു അർത്ഥവും ഇതിനുണ്ടെന്ന്. ഈ ഹദീസ് മുൻകറായ ഹദീസാണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ അബൂ യഅല തങ്ങളും ഇബ്നു മാജ അവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. ഹാഫിദുൽ ഇറാഖി തങ്ങൾ, മഹാനഗരി ഇമാം നവവി തങ്ങൾ ഉസ്താദാണെന്ന് തോന്നുന്നുണ്ട് ഹാഫിദുൽ ഇറാഖി തങ്ങൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഹാഫിദുൽ ഇറാഖി തങ്ങൾ അല്ലെ മഹല്ലി ഇമാമിൻ്റെ ഉസ്താദായിരിക്കും. അവർ പറയുന്നുണ്ട്, ഒരു ഇഹ്യാ ഉലൂമുദ്ദീൻ അദ്ദേഹം ഒരു തഹ്രീജ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇസ്നാദുഹു ജയ്യിദൻ, ഇതിൻ്റെ സനദ് നല്ലതാണെന്നാണ്. അതേസമയം പുതിയ കാല മുഹദ്ദിസ് എന്ന് അവകാശപ്പെടുന്ന അൽബാനിയൊക്കെ ഇത് ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് ലഈഫാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം വലിയ ആലിമ്യങ്ങളൊക്കെ ഇത് സയ്യിദ് എന്താ പറയുക, ഇതിൻ്റെ സനദ് ജയ്യിദാണെന്ന് തന്നെയാണ് പറഞ്ഞത്. ഏതായാലും ഉമർ ബിൻ ഖത്താബ് തങ്ങളെ തൊട്ടുള്ള ഒരു ധേണി കൂടി ശേഷം കൊണ്ടുവരുന്നുണ്ട്. അന്നഹു സല്ലാ ബിൽ ജമാഅത്തി അസ്സുബ്ഹ, മഹാനാകുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഹാനുഭാവൻ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യുകയും അദ്ദേഹം ശക്തമായി കരയുകയും ചെയ്തിട്ടുണ്ടെന്ന്. തൻ്റെ രണ്ട് കവിൾത്തടങ്ങളിലൂടെ അങ്ങനെ ഇറങ്ങിയിട്ട് താടി മുഴുവൻ നനയുമാറ് വിധത്തിലുള്ള കരച്ചിൽ മഹാനുഭാവൻ സൂറത്ത് യൂസുഫ് ഓതുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് ഉമർ തങ്ങളെ തൊട്ട് തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടുള്ളത് ആ നിസ്കാരം സുബ്ഹിയല്ല ഇശാ ആണ് എന്നാണ്. ഏതായാലും സംഭവം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, മഹാനുഭാവൻ അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ബാക്കിലുള്ള ഏറ്റവും പിന്നിലുള്ള സൊഫിലേക്ക് വരെ അദ്ദേഹത്തിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരുന്നു എന്ന് പോലും പറയുമ്പോൾ ഖുർആൻ ഓതുന്നതിലൂടെയുള്ള ആ പാരായണത്തിൻ്റെ കൂടെ തന്നെ കരച്ചിൽ വരിക എന്നത് പ്രത്യേകം ഒരു നല്ല കാര്യമായി തന്നെ അഇമ്മത്തും സലഫു സ്വാലിഹീങ്ങളും എണ്ണിയിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകൾ നരകത്തിൽ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് ഹദീസ് ഉണ്ടല്ലോ. എത്രത്തോളം ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് അബൂ റജാ തങ്ങൾ ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് പറയുന്നുണ്ട്, ഞാൻ ഇബ്നു അബ്ബാസ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഞാനിങ്ങനെ കാണാറുണ്ട്. വ തഹ്ത ഐനൈഹി, അവിടുത്തെ രണ്ട് കണ്ണിൻ്റെ താഴത്ത് എന്തുണ്ടായിരുന്നു? കരച്ചിലു കാരണം വന്ന രണ്ട് ചാലുകൾ പോലെ രണ്ട് പാടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ തൊട്ടും സംഭവം അതേപോലത്തെ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അബൂ സാലിഹ് തങ്ങളെ തൊട്ട് മറ്റൊന്ന് പറയുന്നുണ്ട്, ഖദിമ നാസു മിൻ അഹ്ലിൽ യമനി അലാ അബീ ബക്കർ സിദ്ദീഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുക്കലേക്ക് യമനിൽ നിന്നുള്ള കുറച്ച് ആളുകൾ വന്നപ്പോൾ അവരിങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്, അവരിങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞങ്ങളും ഇങ്ങനെയാണ്, നിങ്ങൾ ചെയ്യുന്നത് നല്ല പ്രോത്സാഹന ജനകമായ കാര്യം തന്നെയാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളെ തൊട്ട് പറയുന്നുണ്ട്, ഹിശാം തങ്ങൾ ഉദ്ധരിക്കുന്നത്, മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി രാത്രിയിൽ ഇങ്ങനെ നിസ്കാരത്തിൽ ഇങ്ങനെ കരയുന്നത് ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. ആയിഷ ബീവി മറ്റൊരു സ്ഥലത്ത് ഉദ്ധരിക്കുന്നതായിട്ട് ഓർമ്മ വരുന്നു. സിറാജുൽ മുനീർ എന്ന തഫ്സീൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ പറയുന്നുണ്ട്, കാന അശദ്ദൻ നാസി ബുകാഅൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനാകുന്ന എൻ്റെ ബാപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കരയുന്ന ആളായിരുന്നു. മഹാനുഭാവൻ സ്വന്തം വീടിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടാക്കുകയും ആ പള്ളിയിൽ വെച്ച് കരയുകയും ഖുർആൻ ഓതിക്കൊണ്ട് കരയുകയും ചെയ്യുന്ന ശബ്ദം കേട്ടുകൊണ്ട് മാത്രം എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മുത്തനബിയുടെ പാരായണം കേട്ട് അതിൻ്റെ മികവോടുകൂടെ മാത്രം കേട്ടതിൻ്റെ പേരിൽ എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ ഖുർആൻ പാരായണം അതിൻ്റെ കരച്ചിലോടുകൂടെ
കാരണം എന്നിട്ട് മഹാന്മാർ പറയുന്നുണ്ട് വൽ ആസാറു ഫി ഹാദാ കസീറത്തുൻ ലാ യുംകിനു ഹസ്റുഹ. ഈ വിഷയകമായി ഉദ്ധരണികൾ എത്രയോ പറയാനുണ്ട്, അത് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. ഞാൻ ചുരുക്കുകയാണ് ഇമാം നവവി തങ്ങൾ നമ്മോട് പറയാൻ. വഫീമാ അശർനാ ഇലൈഹി വനബ്ബഹ്നാ അലൈഹി കിഫായ. മതിയാവുന്നതൊക്കെ ഞാൻ ഉണർത്തിയിട്ടുണ്ട്, ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വല്ലാഹു അലം. ഖാല ഇമാം അബൂ ഹമീദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട് അൽ ബുകാഉ മുസ്തഹബ്ബുൻ മഅൽ ഖിറാഅതി വ ഇൻദഹ. ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പ്രത്യേകം കരയിൽ സുന്നത്തുണ്ട്, ഖുർആൻ പാരായണത്തോട് കൂടെ കരയിൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് ലഭിക്കുന്ന ഒരു രീതി അതും പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് കരച്ചിൽ വരിക? അയ്യഹ്ദുറ ഖൽബഹു, അവൻ എന്ത് ചെയ്യണം? അവന്റെ കൽബ് ഇങ്ങനെ ഹാദിറാക്കണം. അപ്പൊ അയ്യുഹ്ദിറ ഖൽബഹു, അവന്റെ കൽബിനെ ഇങ്ങനെ ഹാദിറാക്കി എല്ലാ സമയത്തും ലൈവാക്കി നിലനിർത്തണം. അൽ ഹുസ്ന, എല്ലാ സമയത്തും ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ സങ്കടം വരണം. എങ്ങനെയാണ് സങ്കടം വരല്? ബി അൻ യതഅമ്മല മാ ഫീഹി മിനത് തഹ്ദീദ്, ഖുർആനിൽ പറഞ്ഞ ശിക്ഷകളെ ആലോചിച്ചുകൊണ്ട് ഗൗരവപ്പെടുത്തുന്ന കാര്യങ്ങൾ, ആയത്തുകളൊക്കെ ചിന്തിക്കാൻ കഴിയണം. അതുപോലെ തന്നെ ഖുർആനിൽ പറഞ്ഞ ശക്തമായ വഈദു ഷദീദ്, ശക്തമായ താക്കീതുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതുപോലെ ഖുർആൻ പറഞ്ഞ കരാറുകൾ, അങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നല്ലതുപോലെ ചിന്തിക്കണം. എന്നിട്ട് അതിൽ ഞാൻ വരുത്തിയ വീഴ്ചകളെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും ചിന്തിക്കണം. ഇങ്ങനെയൊക്കെ ഖുർആനിലെ തഹ്ദീദും മവാഈദും അതുപോലെ തന്നെ ഉഹൂദുകളും അതുപോലെ തന്നെ വഈദു ഷദീദുകളും എന്നിട്ട് ഞാൻ വരുത്തിയ വീഴ്ചകളും കൂടി കൂട്ടിക്കൊണ്ടുള്ള ഒരു സമ്മിശ്രമായ ഒരു ചിന്തയിലൂടെ പോയാൽ ഏത് കരയാത്തവരും കരഞ്ഞു പോകും. റബ്ബിനെ ഓർത്താൽ മതി. അർത്ഥം തന്നെ അറിയണമെന്നില്ല. നിന്റെ ജീവിതത്തിൽ വന്നുപോയ ഓരോ പാളിച്ചകളും മഹാന്മാര് എത്ര അർത്ഥത്തിൽ എത്ര രൂപത്തിൽ അവർ ശ്രദ്ധിച്ചു എന്നതും അവരൊക്കെ കരഞ്ഞു. എനിക്ക് കരച്ചിൽ വരുന്നില്ലല്ലോ എന്നത് ആലോചിച്ചിട്ടെങ്കിലും ഇതൊന്നും കഴിയാത്തവൻ കരയണമെന്ന് മഹാനായ ഇമാം ഗസാലി തങ്ങളെ തൊട്ട് പറയുന്നുണ്ട്. ഇമാം നവവി തങ്ങൾ അത് ഉദ്ധരിക്കുന്നുണ്ട്. അവസാനം പറയുന്നുണ്ട് ഫല്യബ്കി അലാ ഫഖദി ദാലിക്. നിനക്കിതൊന്നുമില്ലല്ലേ, എനിക്ക് ഈ പറയുന്ന ഒന്നും ചിന്തിക്കാനൊന്നും കഴിയുന്നില്ലെങ്കിൽ ഇതൊന്നും എനിക്കില്ലല്ലോ, സുബ്ഹാനല്ലാഹ്, എല്ലാം എനിക്കിത് കരച്ചിൽ പോലും വരുന്നില്ലല്ലോ എന്നത് ആലോചിച്ചെങ്കിലും നീ ഒന്ന് കരയണേ. ഫഇന്നഹു മിൻ അഅ്ളമിൽ മസാഇബ്. ഇത്രയും വലിയ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ടായിട്ട് ചിന്തിക്കാനേറെ നമുക്ക് മുന്നോട്ട് തന്നിട്ടും കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ആ വലിയ പേടി നമ്മിൽ ഉണ്ടാവണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.